വരാനിരിക്കുന്ന ശ്രീലങ്കൻ പര്യടനത്തിലുള്ള ഇന്ത്യൻ ടീമിനെ BCCI പ്രഖ്യാപിച്ചു. ഹർദിക് പാണ്ഡ്യയെ മറികടന്ന് സൂര്യകുമാർ യാദവ് ഇന്ത്യയുടെ പുതിയ T20 ക്യാപ്റ്റനായി. കഴിഞ്ഞ മാസം നടന്ന ലോകകപ്പ് വിജയത്തിന് ശേഷം രോഹിത് ശർമ്മ ഫോർമാറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചിരുന്നു. ഇതോടെ പുതിയ ക്യാപ്റ്റനെ ഇന്ത്യ തീരുമാനിക്കേണ്ടിയിരുന്നു. ഗംഭീർ പരിശീലനം എത്തിയ ശേഷം എടുക്കുന്ന ആദ്യ വലിയ തീരുമാനമാണ് സൂര്യകുമാർ യാദവിന്റെ ക്യാപ്റ്റനായിട്ടുള്ള നിയമനം. രോഹിത് ഏകദിനത്തിൽ ടീമിനെ നയിക്കും. വിരാട് കോഹ്ലിയും ഏകദിന ടീമിലുണ്ട്. ശുഭ്മാൻ ഗില്ലിനെ 2 ഫോർമാറ്റിലും വൈസ് ക്യാപ്റ്റനായി ഇത് നിയമിച്ചു. ജൂലൈ 27 മുതൽ ഓഗസ്റ്റ് 7 വരെ 3 T20 ഇന്റർനാഷണലുകളും നിരവധി ഏകദിന മത്സരങ്ങളും ഇന്ത്യ ശ്രീലങ്കയിൽ കളിക്കും. മലയാളി താരം സഞ്ജു സാംസൺ T20 ടീമിലുണ്ട്. ഏകദിന ടീമിൽ ഇടം പിടിച്ചില്ല. T20 ടീം സൂര്യകുമാർ യാദവ് ക്യാപ്റ്റൻ, ശുഭ്മാൻ ഗിൽ വൈസ് ക്യാപ്റ്റൻ, യശസ്വി ജയ്സ്വാൾ, റിങ്കു സിംഗ്, റിയാൻ പരാഗ്, ഋഷഭ് പന്ത് വിക്കറ്റ് കീപ്പർ, സഞ്ജു സാംസൺ വിക്കറ്റ് കീപ്പർ, ഹർദിക് പാണ്ഡ്യ, ശിവൻ ദൂബെ, അക്സർ പട്ടേൽ, ഭാഷിക സുന്ദർ, രവി ബിഷ്ണോയ്, അർഷദീപ് സിംഗ്, ഖലീൽ അഹമ്മദ്, മുഹമ്മദ് സിറാജ്. ഏകദിന ടീം രോഹിത് ശർമ്മ ക്യാപ്റ്റൻ, ശുഭ്മാൻ ഗിൽ വൈസ് ക്യാപ്റ്റൻ, വിരാട് കോഹ്ലി, KL രാഹുൽ വിക്കറ്റ് കീപ്പർ, ഋഷഭ് പന്ത്, ശ്രേയസ് അയ്യർ, ശിവൻ ദൂബെ, കുൽദീപ് യാദവ്, മുഹമ്മദ് സിറാജ്, ഭാഷിക സുന്ദർ, അർഷദീപ് സിംഗ്, റിയാൻ പരാഗ്, അക്സർ പട്ടേൽ, ഖലീൽ അഹമ്മദ്, ഹർഷിത് റാണ. വലിയ ചതിയാണ് സഞ്ജുവിന് ഇപ്പോൾ നേരിടേണ്ടി വന്നത്. ഋഷഭ് പന്തിനെ വീണ്ടും BCCIയുടെ ഓമനപുത്രനായി വളർത്തുകയാണ് ചെയ്യുന്നത്. ഏകദിന ടീമിൽ ഉൾപ്പെടാനുള്ള എല്ലാ സാധ്യതയും സഞ്ജുവിനുണ്ടായിരുന്നു. ഇതുപോലുള്ള പുതിയ വാർത്തകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക.